ഹേ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൂതർ ആൻഡ് ഹിസ് മൈൻഡ്. ഏതായാലും ഇത് അഞ്ചാറാമത്തെ ടേക്കാണ് പോഡ്കാസ്റ്റിൻ്റെ. ഒരു 10 മിനിറ്റിൻ്റെ ഒരു 5-6 എപ്പിസോഡ് എടുത്തു കഴിഞ്ഞു. പലതും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഡിവൈസസിൽ. അതുകൊണ്ട് ഒരു പ്രോപ്പറായിട്ട് കണ്ടിന്യൂ സ്ട്രെച്ചിൽ പോകാൻ കഴിയുന്നില്ല. ഐ റിയലി സോറി ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് മൺഡേന്ന് നീങ്ങിപ്പോയത്. ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറഞ്ഞതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പോഡ്കാസ്റ്റ് കഴിയണം ഓപ്പണപ്പായി സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റേഷൻ പലതും പറയുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല ഓരോരോ എപ്പിസോഡിൽ എങ്ങനെയൊക്കെയാണ് പോകുക എന്നുള്ളത്. എനിവേ, നമുക്കേതായാലും 11ാമത്തെ അല്ലെങ്കിൽ ചാപ്റ്റർ 11 ദ റിവൈൻഡ് ഓഫ് ലൂതറിലോട്ട് സുസ്വാഗതം. ഏതായാലും അയാളുടെ ഒരു വർഷത്തെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആരുടെ? ലൂതറിൻ്റെ. എനിവേ, അയാൾ പതിവിന് പോലെ തന്നെ ജനുവരി 1 നല്ലൊരു ദിവസമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതും. ഏതായാലും ജനുവരി 31 അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആവരുത് എന്ന് വിചാരിച്ചിട്ട്. ലൈക്ക് ഗുഡ് റിഡൻസ് ഡേ അങ്ങനത്തെ ഒരു ഇവൻ്റാണ്. ന്യൂയോർക്കിൽ നടക്കുന്നൊരു ഇവൻ്റാണ്. ഏതൊരു ആർട്ടിക്കിൾ വായിച്ചത് ഇൻസ്പയർഡ് ആയതാണ്. ഇനി അയാൾക്ക് ദുഃഖകരമായിട്ടുള്ള കഴിഞ്ഞു പോയ കാലത്തിലുള്ളതും ഞാൻ അതുപോലെ നടക്കരുതെന്ന രൂപത്തിലും വെച്ചതായിരുന്നു. അതിൽ ഫസ്റ്റ് ഓഫ് തന്നെ ദ ക്യാപ്റ്റൻ ലിയോ മെസ്സി മിസ്സിങ് ഓഫ് ബാർസ, അയാളെ ഹാപ്പിനെസ്, അവരുടെ കാര്യമാണ്. അത് രണ്ടും ഒരു പരിധി വരെയൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ പീറ്റർ ഗീരിഷ് അയാളെ ഹാപ്പിയർ ആവണം എന്നുള്ളതും, പിന്നെ അയാളുടെ ടീമായ വില്ല നല്ല നിലയിലെത്തണം എന്നുള്ളതും എന്നുള്ളതാണ്. അതിപ്പോൾ കറൻറ്റ്ലി നല്ല നിലയിലല്ല, ബട്ട് ആയി വരുന്നുണ്ട്. പിന്നെന്തുവാ, പിന്നെ 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 മാനേജിങ് ഓഫ് ടൈം. അയാൾ ടൈം മാനേജ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 2022 2021 വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് റിപ്പീറ്റഡായി പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് കംഫർട്ടബിൾ ആവുന്നില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. കഴിഞ്ഞ രൂപത്തിലും ഈ എപ്പിസോഡ് തന്നെ ഇടാൻ നോക്കാം. ഏതായാലും തിങ്കളാഴ്ച ഇടുന്നത് ചൊവ്വാഴ്ചയിലോട്ട് നീങ്ങി. സോറി ഫോർ ദാറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഏതായാലും അങ്ങനെ ന്യൂ ഇയർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ലൂതർ ഇപ്പം അങ്ങ് മലപ്പുറത്താണ് നിൽക്കുന്നത്. ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലാണ്. +2 ഇയർ എൻഡിങ് ആണ്. 3-4 മാസങ്ങൾ ഇനി ഉള്ളൂ. 3 മാസത്തോളം അല്ലെങ്കിൽ 2 മാസത്തോളം ഇനി ക്ലാസ് ആയിട്ടുള്ളൂ എന്നുള്ള അറിഞ്ഞുകൊണ്ട് ആയിരിക്കാം പൊതുവെ ഒരു ഡള്ളായിട്ടാണ്, അതായത് സാഡ്നെസ്സിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവരുമായിട്ട് പിരിയാണല്ലോ. എന്നാലും അവരത്രയും ഭയങ്കര ക്ലോസറായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നില്ല. എല്ലാവരും ക്ലോസറല്ല, ചിലർ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മൊത്തം ക്ലാസ്സിൽ നിന്ന് നമുക്ക് മൊത്തം ഫേവറേറ്റ് ആക്കാനൊന്നും ഒരു പരിധി വരെ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. എനിവേ, അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ജനുവരി സ്റ്റാർട്ട് ചെയ്തിങ്ങനെ നീങ്ങി. അപ്പോഴാണ് യാദൃശ്ചികമായിട്ടൊരു ഫ്രണ്ടിനെ കിട്ടിയത്. അയാളെ പരിചയപ്പെട്ടു. അയാൾ റിക്വസ്റ്റ് ചെയ്തു, ഇന്നൊരു കാര്യം ചെയ്തു തരുമോ? അപ്പോൾ ഓക്കെ, എനിക്ക് കഴിയുകയാണെങ്കിൽ ചെയ്യാൻ രൂപത്തിൽ ഹെൽപ്പ് ടു ഹെർ, ബട്ട് ഇറ്റ്സ് ലീഡ് ടു അനദർ പ്രോബ്ലം ആയി. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ പരിചയപ്പെട്ടപ്പോൾ. അതുകൊണ്ടോ അങ്ങനെ ഒരു പരിചയപ്പെടൽ കുറവാണ് എൻ്റെ ലൈഫിൽ, ഒരാളെ കരയിപ്പിച്ചുകൊണ്ടില്ലത്. ഇനി അയാളെ സങ്കടത്തിന് മാറ്റാൻ വേണ്ടി ആളോട് സംസാരിച്ചു. അങ്ങനെയാണ് അയാളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നും ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഒരു ഫ്രണ്ടുമായി അടുത്ത ഫ്രണ്ടിലോട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സുള്ള ഒരുപാട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ലൈക്ക് ഗ്രൂപ്പിസം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. മോറോവർ അതുവരെ ലൂതറിൻ്റെ ലൈഫിൽ ആൾക്കാരായിട്ട് മിണ്ടില്ലാന്നല്ല, പക്ഷേ പേഴ്സൺ ടു പേഴ്സൺ ആണ് പലപ്പോഴും പരിചയപ്പെടുന്നത്. ഇതിന്നൊരു മാറ്റം, അതായത് ഒരു ഗ്രൂപ്പ് ആകുമ്പം ലൈക്ക് ഇഫ് യു ആർ നോട്ട് വെൽ, ആ ഒരു ഗ്രൂപ്പിൽ ഒരാൾക്കല്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പാവുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യാനല്ല അവർ കാണുന്നത്. യെസ്, നമ്മളായിട്ട് കംഫർട്ടബിളാണ്. അത്രയും കംഫർട്ടബിളായ എണ്ണം ഒരാളോട് മാത്രമല്ല, 3-4 ആൾക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിളാണ് അവർക്ക് ആയിരിക്കും ഗ്രൂപ്പ് നീങ്ങിപ്പോവുക. ഏതായാലും അതാണ് ജനുവരിയിൽ കാര്യമായിട്ട് നടന്ന ഒരു ഈവൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്രണ്ട്സുകളെ കിട്ടി എന്നുള്ള ഇത്. മോറോവർ അത് ലൂതറിൻ്റെ ക്ലാസ് ഒന്നല്ല, എന്നാലും അടിപൊളി ഫ്രണ്ട്സുകളായിരുന്നു അവർ. അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പറയുമ്പോൾ തന്നെ ജനുവരിയാണ്. എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുന്നു. ഡബിൾ ലെയർ ഓഫ് സ്റ്റഡീസ്, അതുപോലെ മോർണിംഗിൽ പഠിത്തം, രാത്രിയിൽ ട്യൂഷൻ, അങ്ങനെ ഒരുപാട് ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലൊരു ആഫ്റ്റർനൂണും ഒരു ഈവനിങ്ങും ഉണ്ടാവും. അല്ലെങ്കിൽ മോറോവർ ഒരു ഈവനിങ്
അതായിരിക്കും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയം. ഏതായാലും അങ്ങനെ ആ സമയം കടന്നുപോയി. ഫെബ്രുവരിയിലോട്ടെത്തി. ഫെബ്രുവരിയിലോട്ടെത്തിയപ്പോൾ തന്നെ പലരും ആ എല്ലാവർക്കും തിങ്ക് ചെയ്ത് മനസ്സിലായി ഇതൊരു എൻഡിങ്ങിലോട്ട് എത്തി 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 അങ്ങനെ പലരും സ്റ്റഡി ലീവ് അങ്ങനെ ഇത് പറഞ്ഞിട്ട് സ്റ്റഡിയിൽ നോക്കാറുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും നേരെ ഹറിബറി, കാരണം ഇത് എങ്ങനെയെങ്കിലും എൻഡപ്പ് ചെയ്യണം +2. പക്ഷേ കോളേജ് ലൈഫ് മിസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് എന്നല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് 5 വർഷത്തോളം അവിടെ നിൽക്കുന്നുണ്ടായിരിക്കാം. ആ പാട്ട് ലൂതർ വിട്ടു പോകാന്ന് പറയുമ്പോൾ ലൂതറിനും ഒരുപാട് സങ്കടമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് കടന്നു പോയത്. അങ്ങനെ ഫെബ്രുവരി നീങ്ങി തുടങ്ങി, പരീക്ഷകളിലോട്ട് അടുത്താനായി. അങ്ങനെ സെൻഡ് ഓഫ് എത്തി. എല്ലാവരും സെൻറ്റി ആയിട്ട് ഓഫായി പോയി. ഇത് അറിയില്ല അത്രയും കണക്റ്റഡ് ആയോ, അല്ലെങ്കിൽ 4 മാസം കൊണ്ട് വലിയ പരിചയം അത്രയും കണക്റ്റഡ് ആണോ വെച്ചാൽ അറിയില്ല. പക്ഷേ ആഫ്റ്റർ കൊറോണ ഒരു 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 ബിഗ് മാസ് ഓഫ് ആൾക്കാരില്ല ലൈഫിൽ. ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഇവരാണ് ഏറ്റവും വലിയ ബോണ്ട് എന്ന കൺസെപ്റ്റിൽ അങ്ങനെ നീങ്ങിയതും അങ്ങനെ ദുഃഖിച്ചു പെട്ടതും. ഏതായാലും അങ്ങനെ പിന്നെയും ലൈഫ് നീങ്ങി, എക്സാംസ് എത്തി. അയാൾ ഏറ്റവും മികച്ച രൂപത്തിലാണോ വെച്ചാൽ ഓക്കെ, അയാൾക്ക് കഴിയണ രൂപത്തിൽ ഏറ്റവും മികച്ചത് അയാൾ ചെയ്തു വെച്ചു. അതൊരിക്കലും ഏറ്റവും ഗ്രേറ്റസ്റ്റ് മാർക്കാണെന്നോ അല്ലെങ്കിൽ അയാൾ ഏറ്റവും കംപ്ലീറ്റ് ചെയ്തു എന്നൊന്നും പറയുന്നില്ല. പക്ഷെ വാട്ട് ഹി ക്യാൻ ഡു അത് അദ്ദേഹം ചെയ്തു തീർത്തു. ഏതായാലും അതാണ് മാർച്ചിൽ നടന്നൊരു പ്രധാന ഇവൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അവിടുന്ന് അങ്ങനെ നീങ്ങി നീങ്ങി ലൂതർ ലുത്ഫിയും ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. അങ്ങനെ മൈൻഡ് സെറ്റ് ഒരിക്കലും രണ്ടായി വിട്ട് എന്നുള്ളതല്ല, പക്ഷെ രണ്ടായി മാറിപ്പോയി. ഏതായാലും അങ്ങനെ എക്സാംസിലോട്ട് കടത്തി. എക്സാംസൊക്കെ തീർന്നു, പ്രാക്ടിക്കൽ എക്സാംസൊക്കെ തീർന്നു. അല്ല, തിയറിറ്റിക്കൽ എക്സാംസൊക്കെ തീർന്നു. ഇനി പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. അതാണെങ്കിലും ഒരിക്കലും സ്ട്രൈറ്റ് അല്ല, പലതും ഗ്യാപ്പ് വിട്ടിട്ടാണ്. അപ്പോൾ തന്നെ അറിയാം ഒന്നിക്കഴിഞ്ഞ് പാടാണ്. അല്ലെങ്കിലും ഈ പോയ സാധനം പിന്നെ വന്ന് ഒട്ടിക്കുമ്പം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ബോൾ എടുത്തെറിഞ്ഞ് അത് റിട്ടേൺ വരുമ്പോഴും അതിന് ചിലപ്പോൾ ചളികളുണ്ടാവാം, പാടുകളുണ്ടാവാം. അതേപോലെ തന്നെ ഗ്ലാസ് വീണിട്ട് പൊട്ടിയ ഗ്ലാസ് നമ്മൾ വീണ്ടും ഒട്ടിച്ച് വെച്ചാലും ആ ഒരു ഒട്ടിപ്പ് ഉണ്ട്. അതൊരിക്കലും പഴയതുപോലെ ഒരിക്കലും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിലും ലൂതറും പുതിയൊരു ലോകത്തിലോട്ട് കിടക്കുകയാണ്. എൻട്രൻസ് എന്ന മനുഷ്യന്മാരെ സ്ട്രെസ്സാക്കുന്ന, ഏറ്റവും പ്രഷേർഡാക്കുന്ന, ഒരിക്കലും അതൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷെ ഒരൊറ്റ എക്സാമിന് വേണ്ടി അയാളുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ലൈഫിലൊരു നല്ലൊരു മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യാൻ ഒരു കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതേപോലെ ഒരിക്കലും പരീക്ഷ സിമ്പിളായിട്ടുള്ളവർക്ക് കണ്ടു വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ടായിരിക്കാം അത്രയും ഷാർപ്പായിട്ട് വരുന്നത്. അപ്പോഴും പറയില്ല, അയാളുടെ ആഗ്രഹം എൻജിനീയറിങ് ആവണം, എൻജിനീയർ എടുക്കണം, കമ്പ്യൂട്ടർ സയൻസിൽ എൻജിനീയർ എടുക്കണം എന്നാണ്. പക്ഷെ അയാൾ ഫസ്റ്റൊക്കെ അപ്പോൾ ഇതിനു വേണ്ടി നോക്കുമ്പോൾ ഓപ്ഷൻസിൽ മെറിറ്റായിട്ട് കയറുക എന്നുള്ളൊരു ഓപ്ഷൻ അയാൾ കയ്യിലുള്ളൂ. ഒരു ഭീമാകരമായ ഫണ്ട് ചെയ്യാൻ ആ ഒരു സിറ്റുവേഷനിൽ ഏതായാലും അയാളുടെ ഫാമിലിക്കോ അയാൾക്കോ പോസിബിൾ അല്ലായിരുന്നു. ഏതായാലും അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ അയാൾ അത് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ അയാൾ കയറി സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ട് എന്നൊരാൾ പിരിഞ്ഞു പോയത് ബ്ലോക്കാക്കി, അല്ലെങ്കിൽ മൊത്തം അകറ്റി. പക്ഷെ എന്തിനാണ് അകറ്റിയതെന്നോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തിൽ തെറ്റുകൊണ്ടാണോ, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തിൽ തെറ്റുകൊണ്ടാണോ, അല്ലെങ്കിൽ ആരെങ്കിലും നല്ലതിന് വേണ്ടിയാണോ, ഒന്നും അറിയാത്തൊരു മൂമെൻറ്റ്. അപ്പോൾ അയാൾ അത്രയും ഡൗണായി. പക്ഷേ അയാൾക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞില്ല, പക്ഷേ അയാൾ അതിനോട് വറീഡായി. എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. മോറോവർ ഈ നീഡ് ടു ഫോക്കസ് ഓൺ ഹിംസെൽഫ് ഓൺ ദാറ്റ് മൂമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാഷിന് വേണ്ടി നീങ്ങി തുടങ്ങി. അയാളുടെ ലൈഫിൽ ഒരുപാട് ആവശ്യമുള്ള രൂപത്തിലോ അല്ലെങ്കിൽ വേറെ രൂപത്തിലാണ് അയാളുടെ സ്റ്റഡി പോകേണ്ടത്, ആസ് എൻട്രൻസ് രൂപത്തിൽ. അപ്പം അയാൾ അതിൽ തുടക്കത്തിലൊക്കെ അയാൾ ഓക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കോമ്പറ്റീഷൻ സ്റ്റഫായി, ഒപ്പം എല്ലാവരും ഒറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം ഇതിൽ ഓരോരുത്തരാണ്, ഇൻഡിവിജ്വലാണ് മാർക്കില്ല. അപ്പോൾ അവരവർ നല്ലതിന് വേണ്ടി മാത്രം, അവർക്ക് ബാക്കിയുള്ളവർ നന്നാവണ്ട എന്നുള്ളതല്ല, പക്ഷെ അവർക്ക് അവരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ഒരു സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നു. പിന്നെ അങ്ങനെ ലൂതർ ഒറ്റയ്ക്ക് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അയാൾ കഴിയുന്ന രൂപത്തിൽ ചെയ്യുന്നു, പക്ഷേ അയാൾക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പം അതിനു വേണ്ടി അയാൾ ഉറക്കും പല കാര്യങ്ങൾ ഫിസിക്കൽ ലെവലായിട്ട് അയാൾ ചിന്തിക്കാതെ മെൻ്റൽ ലെവൽ എങ്ങനെയെങ്കിലും സ്ട്രോങ് ആക്കാൻ നോക്കി. പക്ഷേ അയാളെ ഒരു പരിധിക്കപ്പുറം അയാളെ തളർത്താൻ തുടങ്ങി. എക്സാംസിൻ്റെ സമയത്തൊക്കെ ആയപ്പോഴത്തേനും പെട്ടെന്ന് പ്രഷേർഡാവുന്നു, പെട്ടെന്ന് ഡൗൺ ആവുന്നു. അങ്ങനെ വരുന്നില്ല, പെട്ടെന്ന് ഡൗൺ ആയതല്ല, പക്ഷേ ഇവഞ്ച്വലി ആണെങ്കിലും ബുദ്ധിമുട്ടായി അങ്ങനെ ലൂതർ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ അപ്പുറത്തോട്ട് കടക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം
അയാൾ കൂടുതലും ഫോഴ്സ്ഫുള്ളായി ചെയ്യാൻ തുടങ്ങി. ഡൗണായി ഏതായാലും എക്സാംസ് എഴുതിയപ്പം. അപ്പം ഈ തിങ്ക് ഏതായാലും അയാൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് രൂപത്തിലല്ല, പ്ലസ് ടു പോലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല അയാളുടെ ബാക്കി കാലഘട്ടം കടന്നത്. അയാൾക്ക് ഒപ്പമുള്ള ഒരുപാട് ഫ്രണ്ട്സ് പോയി. അത്രയും ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ ലൈഫിൽ ഈ ഒരു ഫ്രണ്ട് ഉണ്ടാവുകയാണെങ്കിൽ എവറിത്തിങ് വിൽ ഫൈൻ എന്ന് തിങ്ക് ചെയ്യുന്ന ആ ഫ്രണ്ട് വരെ പോയി. ഹി ഐ ഡോണ്ട് നോ, ഹി നോട്ട് ലൂസ് ദ ഹോൾ ഹോപ്പ്. പറഞ്ഞത് അയാൾക്ക് നേടണം എന്നുള്ള അയാളെ ആഗ്രഹമാണ്. ബട്ട് ബാക്കി കുറേ കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു ശൂന്യം തന്നെയാണ്. ആ ഒരു സാധനത്തിന് അപ്പുറത്തോട്ട് അല്ലെങ്കിൽ ഈ പഠിപ്പ് അല്ലെങ്കിൽ ചത്ത് പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ ആയിപ്പോയി. ഫ്രണ്ട്സുകൾ ആരും നാട്ടിലില്ല, ഒപ്പം ആരും ഇല്ല, ഒപ്പം ഇരുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടില്ല നമ്മളെ പോലെ. അങ്ങനെയൊക്കെ ആണോ അങ്ങനെ ഇത് അത് അപ്പോൾ തന്നെ റിപ്പീറ്റിന് വേണ്ട, റിപ്പീറ്റിന് പോവുക, ഇക്കറ്റം ബെസ്റ്റായി ചെയ്യണമെന്ന് പറഞ്ഞ് റിപ്പീറ്റിന് വേണ്ടാൻ തുടങ്ങി. കാരണം എനിക്കല്ല ഇത് വെച്ച് കോളേജ് കിട്ടുമോ. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും അത്രയും ഇങ്ങനെ പ്രോസസ്സിലൂടെ കടന്നു പോയ ആൾക്കാർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരോട് ചോദിക്കുന്നു എന്താവുന്നുള്ളത് അറിയില്ല. അങ്ങനെ അയാൾ ആ സിറ്റുവേഷനിൽ അങ്ങനെ നീങ്ങി പോയി. എന്തുവാ ഏതായാലും അയാൾക്ക് പുതിയ വേറെ ഫ്രണ്ട്സുകളെ കിട്ടി. പുതിയ ഫ്രണ്ട്സല്ല, പഴയ ഫ്രണ്ട്സ് തന്നെയാണ്. ബട്ട് അവരുടെ വാക്ക് പ്രധാനം. ഓക്കെ ലൂതർ, യു ഡൺ യുവർ വെൽ, അപ്പോൾ അതുകൊണ്ട് നീ പേടിക്കേണ്ട, അത്യാവശ്യം ലക്ഷം മാർക്കുകളൊക്കെ ഉണ്ട്, നമുക്ക് കയറാം എന്ന് തീരുമാനിച്ചു. അപ്പം തീരുമാനിച്ചു, പക്ഷെ അതിനപ്പുറത്തോട്ടായപ്പോൾ ഒരു മൂമെൻറ്റ്സ് നീങ്ങണമെങ്കിൽ ഒരുപാട് സമയമെടുത്തു. ആസ് കേരള സ്റ്റേറ്റിൻ്റെ കീം എൻട്രൻസ് എടുക്കാൻ പ്രൊസീജിയേഴ്സൊക്കെ 1 lakh ഫോർ മീ ആയിരിക്കാം. അത് അത്രയും വെയിറ്റിങ് ചെയ്യുന്നു, കിട്ടുമോ കിട്ടില്ലേ. ഫസ്റ്റ് ഓഫ് ടെൻഷൻ ഉണ്ടായി. നാട്ടിലാണെങ്കിലും ബാക്കിയുള്ളടത്താണെങ്കിലും എന്താണ്, അല്ലെങ്കിൽ അപ്പനോട് ചോദിക്കുന്നു, നിങ്ങളെ മകനത് ഇതായിട്ടില്ലേ, ഞങ്ങൾ ചെയ്തു കൊടുക്കണോ, ആർട്സ് കോളേജ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന രൂപത്തിലോട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴും ഐ വാസ് സ്ട്രോങ് ടു സ്റ്റാൻഡ് വിത്ത് CS എന്ന പഠനത്തിനേക്കാളുപരി എൻട്രൻസ് വേണമെന്നും അതിൽ കുറേ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാണാൻ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലാതെ ഒരുപാട് പുത്ത കാശ് കിട്ടും, കഴിഞ്ഞ ഉടനെ ജോലി എന്നുള്ളത് കൊണ്ടല്ല. ഏതായാലും അങ്ങനെ അയാളുടെ ലൈഫ് നീങ്ങി തുടങ്ങി. സെപ്റ്റംബർ 3 എത്തി. സെപ്റ്റംബർ 3 എത്തി. ആ ക്രാഷ് കഴിഞ്ഞ് വന്ന് ഈ നാട്ടിലെ ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിച്ച് തുടങ്ങിയപ്പോൾ ഏതായാലും ക്രാഷ് കഴിഞ്ഞു. അയാൾ എന്തുവാ നാട്ടിലെടുത്ത് ചോദ്യമാണ് എന്താണ് അയാൾ സോ വറീഡ് ഔട്ടായി. അങ്ങനെ പിന്നെ വെയിറ്റിംഗ് ആയി. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, സ്ഥലം കിട്ടി. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി, കാരണം എവിടെയെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ അതെല്ലാം ഇനി കിട്ടാൻ പോകണമെന്ന് അറിഞ്ഞു. പിന്നെ ബാക്കി ഏറ്റവും ലെവൽ ഓഫ് ബെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ കൊടുത്ത ലിസ്റ്റിലില്ല നോക്കി കൊടുത്ത് അടിപൊളിയാക്കി. ഏതായാലും അങ്ങനെ നീങ്ങി പോന്നു. സെപ്റ്റംബർ 3 അയാൾ മറന്നുപോയി. അയാളെ വരുത്തരായിരുന്നു, മറന്നുപോയെന്നല്ല, പക്ഷെ നോട്ട് വെൽ ഹാപ്പി. കാരണം അതൊന്നും എന്താ ആവണമെന്നോ എന്താ ആവുമെന്നോ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ. ബട്ട് ആരോടെങ്കിലൊക്കെ അത് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും പോയി തുടങ്ങി, എല്ലാവർക്കും പുതിയ ഹോം കിട്ടി തുടങ്ങി, പുതിയ ആസ് എ റിപ്പീറ്റ് സെൻ്റർ ആയിട്ടോ അല്ലെങ്കിൽ കോളേജായിട്ടോ കിട്ടി തുടങ്ങി. ടോട്ടലി വറീഡായ ആ ഒരു ബർത്ത്ഡേൻ്റെ തലേന്ന് ഒരു 3-4 ദിവസത്തോളം സകല കഴിയണ കോൺടാക്റ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആയ ആൾക്കാരൊക്കെ വിളിച്ച്, പക്ഷെ ആരും എടുത്തില്ല, അല്ലെങ്കിൽ എടുത്തവർ പെട്ടെന്ന് പോകണം എന്ന രൂപത്തിലോട്ട് സംസാരത്തി. അങ്ങനെയാണ് പോഡ്കാസ്റ്റ് ഉടലെടുത്തതും സംസാരിക്കുക എന്നുള്ള പുറത്തെവിടെയെങ്കിലും ഐ നീഡ് ടു എക്സ്പ്രസ് വാട്ട് ഐ നീഡ് ടു സേ എന്നുള്ളൊരു കാര്യം വന്നത്. ഒരിക്കലും പറയുന്നില്ല ലൂതർ ഭയങ്കര പ്ലാസ്റ്റിക്കിന് ആണെന്നുള്ളത്. ഏതായാലും അങ്ങനെയാണ്. പിന്നെ അയാളുടെ ലൈഫിൽ വന്നുപോയ ടഫായിട്ടുള്ള മൂമെൻറ്റ്സുള്ള അല്ലെങ്കിൽ അത്രയും നല്ലൊരു മൂമെൻറ്റ്സുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി തിങ്ക് ചെയ്യാനുള്ള മൂമെൻറ്റ്സുകളാണ് പലപ്പോഴും നമ്മുടെ എപ്പിസോഡുകളായിട്ട് ഇത്ര കാലം വന്നത്. അങ്ങനെ തന്നെ പോയ ഫ്രണ്ട്സുകളൊക്കെ കുറേ ആൾക്കാർ തിരികെ വന്നു, പക്ഷെ പഴയ പോലെയല്ല. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു പിന്നെ പുതിയ കോളേജ് എത്തി, പുതിയ അറ്റ്മോസ്ഫിയർ. അതിനിടയിൽ കീം കഴിഞ്ഞുകൊണ്ടിരുന്നത് കയറി. പുതിയ അറ്റ്മോസ്ഫിയർ, പുതിയ പ്ലേസ്, ഒരാൾ അറിഞ്ഞ ആൾക്കാരില്ലാത്തൊരു നാട്. അതുകൊണ്ട് ഫസ്റ്റ് അത് ഭയങ്കര ടെൻഷൻ അവതരിച്ചു. പക്ഷേ ഇപ്പം ഓക്കെ, ബാക്കിയുള്ള അത്രയും തിങ്ക് ചെയ്യില്ലല്ലോ. പക്ഷെ ഒരിക്കലും എൻ്റെ നാട്ടുകാരെ വെച്ച് അവരെ കമ്പയർ ചെയ്യുന്നില്ല. കാരണം ബോത്ത് ആർ ടു ടൈപ്പ് ഓഫ് നാട്ടുകാരാണ്. എനിവേ അങ്ങനെ നീങ്ങിപ്പോയി. ലൈഫ് അടിപൊളിയായി നീങ്ങുന്നു. ജനുവരി എത്തി, പോയ ഫ്രണ്ട്സുകളൊക്കെ തിരികെ വന്നു. പിന്നെ വലിയ ഫ്രണ്ട്സുകൾ അത്യാവശ്യം നല്ല കട്ട ബോണ്ടില്ലവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ലൈഫ് 22 ഓൾമോസ്റ്റ് എൻഡിങ്ങിലോട്ട് എത്തിയപ്പോൾ ഹാപ്പിയറായി. പക്ഷെ ആൾ കരഞ്ഞിട്ടുള്ള ദുഃഖിച്ചിട്ടുള്ള ഒരുപാട് സന്തോഷം ഒന്നുമല്ല ഈ നാട്ടുകാരുടെ ഒരാൾക്കാരെ കുത്തുവാക്കില്ല ചോദ്യങ്ങൾ. അതേപോലെ തന്നെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ തിരിഞ്ഞു പോക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ടും തോണ്ടിയിട്ടും എത്തിയിട്ട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പം പലതും കണക്ട് ചെയ്യാൻ ഭയങ്കര പാടായി തുടങ്ങി. അങ്ങനെ ലൈഫ് നീങ്ങി പതിയെ ജനുവരിയിലോട്ടെത്തി. ഇപ്പം
ജനുവരി ലീവിൽ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പോഡ്കാസ്റ്റ് എടുക്കുന്നത്. ഏതായാലും അടിപൊളി ഒരു പോഡ്കാസ്റ്റ് ആവട്ടെ. ഇനി എനിക്കാവില്ല, ഇപ്പോൾ തന്നെ പറഞ്ഞില്ല 60-70 മിനിറ്റോടെ ഞാൻ ഒറ്റ സംസാരിച്ചു. ഫോണിൻ്റെ ഇഷ്യൂസ് കാരണം കൊണ്ടാണ് ഇത് കുറച്ച് ലെങ്തി ആവുമെന്ന് അറിയാം. പക്ഷേ റീവൈൻഡ് ആണ്. 2022 ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തീർത്തു. ബാക്കി ആഴ്ചയിൽ നടന്ന മൈൻഡ് അത്രയും ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ട് പല സിറ്റുവേഷൻ പല കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോറീസിൽ ഒരുപാട് പറയാറ്. ഏതായാലും സൈനിങ് ഓഫ് ദ 11ാമത്തെ എപ്പിസോഡിൽ നിന്ന് ഞാൻ വിട വാങ്ങുന്നു. 2020 നിന്ന് വിട വാങ്ങുന്നു. 2023 ശക്തമായിട്ട് നമുക്കെല്ലാവർക്കും തിരിച്ചു വരാമെന്നും നല്ലൊരു വർഷം ആവട്ടെ എന്നും ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുവരേക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.